കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിൽ അമേരിക്കൻ ആക്രമണത്തിൽ വധിക്കപ്പെട്ട ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സംസ്കാര ചടങ്ങുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പങ്കെടുക്കുകയാണ്. അതുമാത്രമല്ല, ഇറാൻ മിക്കവാറും എല്ലാ വിദേശ രാജ്യങ്ങളിലെയും പ്രതിനിധികളെ ആ ചടങ്ങിന് ക്ഷണിക്കുകയും അവരെല്ലാവരും തന്നെ അവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ വളരെ മാനുഷികമായ സംസ്കാര സമ്പന്നമായ ഒരു നിലപാട് ആ ദിവസങ്ങളിലെങ്കിലും ഈ ഇറാനെതിരെയും അതുപോലെ ആ രാജ്യത്തിലെ ജനങ്ങൾക്കെതിരെയും വളരെ മോശമായ പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തി ഈ കാര്യങ്ങൾക്ക് യാതൊരു വിലയും നൽകുന്നില്ല. സംസ്കാരത്തിനോ മര്യാദക്കോ ഒന്നും യാതൊരു വിലയും നൽകാതെ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് അവരുടെ പരമോന്നത നേതാവിൻ്റെ ശവസംസ്കാരം നടക്കുന്നതിൽ എല്ലാവരും പങ്കെടുക്കുമ്പോൾ ഇപ്പോൾ അവിടെ ഒരു ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ഇറാനിലെ നേതൃത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കും എന്നൊക്കെയാണ് ട്രംപ് വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത്. അത് യഥാർത്ഥത്തിൽ സംസ്കാരം തൊട്ടു തീണ്ടാത്ത ഒരു പ്രാകൃതൻ്റെ ജൽപ്പനങ്ങളായിട്ട് മാത്രമേ സംസ്കാരമുള്ള ലോകത്തിന് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതുകൂടാതെ ഈ ദിവസങ്ങളിൽ തന്നെ വീണ്ടും അവിടെ ആക്രമണം നടന്നിരിക്കുന്നു. ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളിലേക്കും അതുപോലെ സിവിലിയൻ സ്ഥലങ്ങളിലേക്കുമൊക്കെ ആക്രമണം നടന്നു. 15 പേർ കൊല്ലപ്പെട്ടു, 115 പേർ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. ഇത്തരം നടപടികൾ ഒട്ടും സംസ്കാരത്തിന് നിരക്കുന്നതല്ല, മാനവ സംസ്കാരത്തിന് ഒട്ടും നിരക്കുന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള പ്രാഥമികമായ ജ്ഞാനം പോലും ഡൊണാൾഡ് ട്രംപിനില്ല എന്നുള്ളത് ഈ ലോകം ഇന്ന് കാണുന്ന ഏറ്റവും വലിയൊരു തമാശയാണ്. കാരണം രാജ്യത്തെ ഏറ്റവും ശക്തമായ, ഏറ്റവും സംസ്കാര സമ്പന്നമായ രാജ്യത്തിൻ്റെ അധിപൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ തികച്ചും സംസ്കാരശൂന്യമായിട്ട് വളരെ പ്രാകൃതമായ ഭാഷയിൽ സംസാരിക്കുകയും ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്നത്. ഈ ദിവസങ്ങളിലും ഇറാനിൽ ഈ വിലാപത്തിൻ്റെ ദിനങ്ങളാണ്. ഇറാനിലെ ജനത മുഴുവൻ അവരുടെ കൊല്ലപ്പെട്ട നേതാവിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ വീണ്ടും ഇറാനിൽ ആക്രമണം നടത്തുകയും ഇത്രയും പേരെ കൊല്ലുകയും ചെയ്തിരിക്കുന്നു. അതേസമയം വീണ്ടും ഇസ്രായേലും ഈ ആക്രമണം പുനരാരംഭിച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 2000 വർഷം കൊണ്ട് മനുഷ്യവംശം നേടിയെടുത്തു എന്ന് പറയുന്ന സംസ്കാരത്തിന് ഏറ്റവും വലിയ ഒരു അപമാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ജനത മുഴുവൻ അവരുടെ നേതാവിൻ്റെ മരണത്തിൽ വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും വിലപിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ശരി, ഇവരെല്ലാം കൂടി കൊല്ലുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല. 1000 മിസൈലുകൾ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ഇത് മാനവരാശിയുടെ ചരിത്രത്തിൽ ഈ വാചകങ്ങൾ രേഖപ്പെടുത്തുന്നത് ഇനി ഏത് തരത്തിലായിരിക്കുമെന്നുള്ളത് ഭാവിയിലെ ജനത ഈ പ്രസ്താവനകളിലൂടെ ട്രംപിനെക്കുറിച്ച് എന്ത് മനസ്സിലാക്കുമെന്നുള്ളതോ ആലോചിക്കാനുള്ള ഒരു ത്രാണിയില്ലാതെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്, ഇത്തരം വളരെ നീചമായ രീതിയിൽ സംസാരിക്കുന്നത് തികച്ചും സന്തോഷകരമാണെന്നുള്ള രീതിയിൽ ആണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ യുദ്ധം വീണ്ടും ശക്തി പ്രാപിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലോകത്തെ വീണ്ടും ഒരു വലിയ പ്രശ്നഭരിതമായ കാലത്തിലേക്ക് തള്ളിവിടുക തന്നെ ചെയ്യും. അതിനാൽ ഈ വിഷയത്തിൽ ഈ ലോകരാഷ്ട്രങ്ങൾ US സമാധാനത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കാൻ ശ്രമങ്ങൾ തീവ്രമായി തന്നെ നടത്തേണ്ടിയിരിക്കുന്നു.